ഗ്രന്ഥശാലകൾക്ക് ഇന്ന് നൽകുന്ന ഗ്രാൻഡ്, ലൈബ്രറിയന്മാർക്ക് നൽകുന്ന അലവൻസ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം നിലനിൽക്കുന്നുണ്ട്. അതും ഗൗരവമായി തന്നെ പരിഗണിക്കുന്നത്. പുതുതായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള 12 താലൂക്കുകളിൽ ക്ലറിക്കൽ സ്റ്റാഫിനെ അനുവദിക്കണം എന്ന ആവശ്യം ഉയരുന്നുണ്ട്. ഗ്രന്ഥശാല സംഘത്തിൻ്റെ പഴയ ആസ്ഥാന മന്ദിരമിരുന്ന സ്ഥലത്ത് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഓഫീസും സ്ഥാപനവും ആരംഭിക്കുന്നതിന് എടുത്ത തീരുമാനം നടപ്പാവേണ്ടതുണ്ട് എന്ന നിവേദനം ഇവിടെ വെച്ച് തന്നെ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സമർപ്പിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. തടസ്സപ്പെട്ട് കിടക്കുന്ന നിർമ്മാണ പ്രവൃത്തി എല്ലാ തടസ്സങ്ങളും നീങ്ങി മുന്നോട്ട് പോകണം എന്നതാണ് അദ്ദേഹം പ്രകടിപ്പിച്ച താല്പര്യം. ഇവയെല്ലാം ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ പറ്റും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഗ്രന്ഥശാല പ്രസ്ഥാനം നേരിടുന്ന വൈഷമ്യങ്ങൾ തരണം ചെയ്യുന്നതിനുള്ള ഉചിതമായ നടപടികളും പിന്തുണയും സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്ന ഉറപ്പ് ഈ ഘട്ടത്തിൽ ഞാൻ നൽകുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വായനാ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് വായനാ പക്ഷാചരണം സഹായകരമാകട്ടെ. വായന നമുക്ക് നിരവധി അനുഭവങ്ങളാണ് തരുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് അനുഭൂതിയാണ്. മനസ്സിനെ വല്ലാതെ നമുക്ക് ലയഭാവത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സുപ്രധാനമായ ഒരു ഇടപെടലാണ് വായന. മനസ്സിൻ്റെ വേദനകളെയും പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് ലഘൂകരിക്കുന്നതിന് വേണ്ടി പുസ്തകങ്ങളിൽ ലയിക്കാൻ നമുക്ക് കഴിയുന്നത്, ആശയങ്ങളിൽ ലയിക്കാൻ കഴിയുന്നത് പുസ്തകങ്ങളിലെ വായനയിലൂടെയാണ്. അതുകൊണ്ട് ആ വായന ഒരു അനുഭൂതിയാണ്, വായന ഒരു അനുഭവമാണ്. അത് നമ്മുടെ ജീവിതത്തെ വല്ലാതെ മാറ്റും. മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം, മനുഷ്യൻ്റെ മനസ്സിനെ നമ്മളൊരു പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയരത്തിൽ നമുക്ക് വളർത്താൻ പറ്റും. അത് വളരുന്നത് ഇൻഫിനിറ്റ് എന്നാണ് പറയുക, അനന്തമായ തലങ്ങളിലേക്ക് അതിനെ വളർത്താൻ പറ്റും. ആ വളർച്ചയ്ക്ക് കഴിയുന്നത് അറിവുകൾ സമ്പാദിക്കുന്നതിലൂടെയാണ്. അതിനുള്ള സുപ്രധാനമായ ഉപകരണമാണ് വായന. വായനയിലൂടെ സമ്പാദിക്കുന്ന അറിവുകൾ മനസ്സിനെ കൂടുതൽ കൂടുതൽ ഉണർത്തി ഉയർത്തി വിവിധ തലങ്ങളിലേക്ക് എത്തിച്ച് മാനവികതയും മാനുഷികതയും എല്ലാം വികസിപ്പിച്ച് പ്രകൃതി സങ്കല്പങ്ങളിലേക്ക് മനുഷ്യൻ്റെ മനസ്സിനെ വികസിപ്പിക്കാവുന്നതാണ് വായന.